ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. ശനിയാഴ്ച രാവിലെ ബത്തേരിക്ക് പോകണം. അപ്പോൾ ഞാനും അക്കും കൂടെ രാവിലത്തെ പണികളൊക്കെ വേഗം വേഗം തീർക്കും കേട്ടോ. രാത്രി വെളുക്കോളം നല്ല മഴയായിരുന്നേ. അക്കു മുറ്റം അടിച്ച് വാരുന്നുണ്ട്. വെയിൽ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്, എന്നാലും വലിയ വെയിലൊന്നുമില്ല, ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. പൊടിയൊന്നും പറക്കത്തില്ലല്ലോ ഇപ്പം മുറ്റം അടിക്കുമ്പോഴേ. രാത്രി നല്ല മഴയായിരുന്നുകൊണ്ട് പിന്നെ കോഴിക്കുള്ള തീറ്റയും വെള്ളവും എല്ലാം കൊടുത്തു. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. ബത്തേരിക്ക് പോകേണ്ടതുകൊണ്ട് ഇന്നിപ്പോൾ കുക്കറിലാട്ടോ സോയ കറി വെക്കുന്നത്. ചീനച്ചട്ടിയിലും ഇതുപോലെ തന്നെ വെച്ചാൽ മതി. ഞാൻ എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെക്കുന്നതാണ്. ഞാൻ ആ കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് പെരിഞ്ജീരകം ശകലം ഇട്ട് പൊട്ടിക്കണമായിരുന്നു. അത് ഞാൻ അന്നേരം മറന്നുപോയേ. അത് പിന്നെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില അങ്ങനത്തെയൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, കുരുമുളക് എല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് തക്കാളിയും ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർത്തു. മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. സോയ ചങ്ക്സ് ഞാൻ കുറച്ച് നേരം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് ചെറിയ സോയ ആയതുകൊണ്ട് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല. വലുതാണെങ്കിലും മുറിച്ചിട്ടൊക്കെ ഇടാം. പിന്നെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് വിസിൽ വരാൻ നേരത്ത് ഓഫ് ആക്കുക ചെയ്തേ. പെട്ടെന്ന് വേകുമല്ലോ. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അതും ഇടാം കേട്ടോ. ഞാനും അക്കവും കൂടി ആ ബത്തേരിക്ക് പോയത്. ബാങ്കിലൊക്കെ പോകണമായിരുന്നു. പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നേ. കുഞ്ഞിപ്പെണ്ണിനെ കാണാതെയാണ് ഒരുങ്ങി ഇറങ്ങി പോകുന്നത്. പക്ഷേ ഞങ്ങൾ പോന്നു കഴിഞ്ഞ് പിന്നെ അവൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവുന്നതല്ലേ. അങ്ങനെ അവളെ കൂട്ടാതെ ഞാൻ എവിടെയും പോകാറുമില്ലല്ലോ. അക്കുവിന് 2 ജോഡി യൂണിഫോം എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് തയ്പ്പിക്കാനൊക്കെ കൊടുത്തു. തുണിയൊക്കെ എടുത്ത് തയ്പ്പിക്കാനൊക്കെ കൊടുത്തേ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്. നമ്മൾ സാധാരണയായിട്ട് വിത്ത് മേടിക്കുന്നത്, പച്ചക്കറി നടാൻ വേണ്ടിയിട്ടുള്ള വിത്ത് മേടിക്കുന്നത് ഇവിടെ നിന്നല്ല, അമ്പലവയലിൽ നിന്നാണ് കൂടുതലും മേടിക്കുന്നത്. പക്ഷേ ഇവിടെ നല്ല ബീൻസിൻ്റെ വിത്ത് കിട്ടും. അപ്പം ബീൻസിൻ്റെ വിത്ത് മേടിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ കടയിൽ ആളുണ്ടായിരുന്നില്ല. അവർ ചോറുണ്ണാൻ വേണ്ടി പോയേക്കുമായിരുന്നേ. കുറച്ച് നേരം നോക്കി നിന്നു. വന്നിട്ടും ആളെ കണ്ടില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുക. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വേഗം ചോറ് കഴിക്കുക. ഞാൻ പരിപ്പും തക്കാളിയും കൂടെ തേങ്ങയൊന്നും അരയ്ക്കാതെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാറുണ്ട്, വഴുതനങ്ങ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ ഉണ്ടാക്കിയ സോയയും ഉണ്ടായിരുന്നേ. പിന്നെ നല്ലൊരു മഴയൊക്കെ പെയ്ത് തോർന്നു. അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചി വന്ന് പെട്ടെന്ന് തന്നെ പോയി. ചേട്ടയെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിലത്തേക്ക് ഞാൻ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി, മുട്ട റോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഞാൻ ബത്തേരി പോയി വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ജ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ ചേർത്ത്. പിന്നെ ഞായറാഴ്ച നല്ല തിരക്കുള്ള ദിവസമായിരുന്നേ. രാവിലെ ചിക്കൻ പാഴ്സ് കറിയൊക്കെ വെച്ചു, അപ്പമൊക്കെ ഉണ്ടാക്കി. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് നമ്മുടെ മുറ്റത്തുനിന്ന് കുറച്ച് പയറും നിത്യവഴുതനങ്ങയും പറിച്ചായിരുന്നു ഞാൻ. അത് രണ്ടും കൂടെ ഒന്നിച്ച് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചത്. പക്ഷേ പിള്ളേർ ഇതുവരെ നിത്യവഴുതനങ്ങ കഴിച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് രണ്ടും കൂടെ ഒന്നിച്ച് വെക്കണ്ട, അവർക്ക് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിത്യവഴുതനങ്ങ തന്നെ മെഴുക്കുരട്ടി വെച്ചു, പയർ തന്നെയും വെച്ചു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിച്ചു. പിന്നെ എല്ലാം അടിച്ചു വാരി തറയൊക്കെ തുടച്ചിട്ടേച്ച് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ വെച്ച് കുടിച്ചേച്ച് ഞങ്ങൾ വയനാട് ഫെസ്റ്റ് കാണാൻ വേണ്ടി പോകുക കേട്ടോ.
ഒരാൾക്ക് 100 രൂപയായി ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന്. ഇവിടെ ഒരുപാട് മീനുകളുണ്ട്, നല്ല കളറുള്ള മീൻ, എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുന്നതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയത്. എവിടെയും ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ സൗണ്ടും എല്ലാം കൂടെ കേൾക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കാട്ടുമൃഗങ്ങളും പക്ഷികളും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ചേട്ടായുടെ കൂട്ടുകാരനും കുടുംബമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെയാണ് ഞങ്ങളും പോയത്. ഞങ്ങളിപ്രാവശ്യം പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, ചേട്ടായിക്ക് വയ്യാത്തത് കൊണ്ട്. അപ്പോൾ പിന്നെ അവർ നിർബന്ധിച്ചിട്ട് അവരുടെ കൂടെ ഞങ്ങളങ്ങനെ പോയി കേട്ടോ. പിള്ളേർക്ക് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഏതായാലും അവരുടെ ആഗ്രഹം അങ്ങ് നടന്നു. ഞായറാഴ്ച ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് അവർ വിളിച്ച് പറയുന്നത്, 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുങ്ങി നിന്നോ, നമുക്ക് വയനാട് ഫെസ്റ്റിവൽ കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ പെട്ടെന്ന് ഒരുങ്ങി പോകുന്നതാട്ടോ. ഒരുപാട് മീനുകളുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ. വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഒരുപാട് കളറിലും ഒക്കെ ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു. പിന്നെ ആമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടെ പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളും പിന്നെ പാമ്പും ഒക്കെ ഉണ്ടായിരുന്നു. പാമ്പിൻ്റെ വശത്തേക്കൊന്നും ഞങ്ങളാരും പോയില്ല കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ വലിയ ആളും ബഹളവും തിരക്കൊന്നും ഇല്ലായിരുന്നേ, ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയത്തില്ല. ഒരുപാട് പൂക്കളൊന്നുമില്ല, എന്നാലും ഉള്ളത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതും എല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ ഇപ്പോഴും ചാറുന്നുണ്ട്, വലിയ മഴ അങ്ങ് തോർന്നേ ഉള്ളൂ. ആ വെള്ളച്ചാട്ടം എടുത്തിട്ട് നടക്ക് നടക്ക്. ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത, കാലയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു സൈസ് മണ്ണാട്ടോ. പിന്നെ ഒരു പച്ച ഷീറ്റും വിരിച്ചിട്ടുണ്ട്. നോക്കി നടന്നില്ലെങ്കിൽ തെന്നി താഴെ വീഴും. നല്ല വഴുക്കലുണ്ടായിരുന്നേ. മത്സ്യകന്യകയൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചേ. മത്സ്യകന്യകയെ കാണണമെന്നൊക്കെ പറഞ്ഞ് അക്കും കുഞ്ഞിപ്പെണ്ണൊക്കെ വന്നത്, പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, ഇവിടെയൊക്കെ വെള്ളമൊക്കെ കെട്ടി കിടപ്പുണ്ട് കേട്ടോ, മഴ പെയ്തിട്ട്. അമ്പലവയലിൽ പൂപ്പൊലിക്ക് പോകുമ്പം ഉള്ളത്രയും പൂക്കളും സ്റ്റാളുകളും ഒന്നുമില്ല. കുറച്ചൊക്കെ സ്റ്റാളുകളുണ്ടായിരുന്നു കേട്ടോ. പഴയകാല മിഠായികളും പിന്നെ പാലക്കാടൻ ശർക്കരയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓരോരോ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മരണക്കിണറുണ്ടായിരുന്നു, അതിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. പണ്ട് അക്കു കുഞ്ഞായിരുന്ന സമയത്ത് ഞങ്ങൾ മരണക്കിണർ കാണാൻ പോയിട്ട് ഒരാൾ കണ്ണിൽ പൈസ വെച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വീണ്, അപ്പം തന്നെ മരിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഓടി അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. ഞാനൊക്കെ അന്ന് വല്ലാതെ പേടിച്ചു പോയി. ഒരു മരണം മുമ്പിൽ നേരിട്ട് കണ്ടതിൻ്റെ ഒരു ഞെട്ടൽ വല്ലാണ്ടുണ്ടായിരുന്നു കുറേ കാലത്തേക്ക്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ശേഷം പിന്നെ ഈ മരണക്കിണർ കാണാൻ വേണ്ടി കയറിയിട്ടേ ഇല്ല. ഇപ്പോൾ കുറേ ആയിട്ട് മരണക്കിണറൊന്നും എവിടെയും കാണുന്നില്ലായിരുന്നു. അമ്പലവയൽ പൂപ്പലിക്ക് പോയപ്പോഴൊന്നും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഏതായാലും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങളാരും കയറിയൊന്നുമില്ല, ആർക്കും ധൈര്യമൊന്നും ഇല്ലായിരുന്നു കയറാനും കാണാനുമേ. ഇവിടെ നമ്മൾ കയറണമെങ്കിൽ തന്നെ 100 രൂപ കൊടുക്കണമല്ലോ. 100 രൂപ കൊടുത്ത് കയറി കാണാൻ മാത്രം ഉള്ളതൊന്നും ഉള്ളതുപോലെ തോന്നിയില്ല കേട്ടോ.
പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം കേട്ടോ. അവർക്കൊക്കെ കയറി കാണുന്നതിനേക്കാളും ഇങ്ങനത്തെ കളിക്കുന്ന സാധനങ്ങളിലൊക്കെ കയറുന്നതല്ലേ കൂടുതലിഷ്ടം. അവരൊക്കെ അങ്ങനെ കുറച്ച് സാധനങ്ങളിലൊക്കെ കളിക്കാനൊക്കെ വിട്ടായിരുന്നേ. നല്ലൊരു മഴ പെയ്ത് തോർന്നത് കൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.